മനാഫിക്ക സ്വാഗതം. താങ്ക് യു. മനാഫിക്ക കലക്കി കടുവറുതു. പിന്നെ അല്ല ഡയാന, മനാഫിക്ക ടിപ് ടോപ്പ് അസീസ് എന്ന് പറയുന്ന നാടകകൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഹാസ്യ നാടകങ്ങള് വളരെ പോപ്പുലർ ആണ്. കൊച്ചിക്കാരനാണ്. മനാഫിക്ക ഏകദേശം ഒരു 18 വയസ്സുള്ളപ്പം അദ്ദേഹത്തിന്റെ കൂടെ നാടക രംഗത്ത് ഹാസ്യം ചെയ്യാൻ എത്തിയിട്ടുള്ള ഒരാളാണ് അല്ലേ? അതെ അതെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു മനാഫിക്ക മിമിക്രിയില് എത്രയോ കാര്യങ്ങളൊക്കെ? ഞാനും എൻ്റെ കൂട്ടുകാരൻ റഫീഖ് മട്ടാഞ്ചേരി ആ ഞങ്ങൾ കൂടെ മറ്റേ കൊച്ചിൻ കിങ്ങിന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി. കൊച്ചിൻ കിങ്ങിണിയോ? ആ അതിൽ കൂടെ പിന്നെ അങ്ങ് ഇതായി പിന്നെ ഹഫീസ് ഖാന്റെ നാടകത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ വന്ന് എനിക്ക് ഗുസ്തി പഠിക്കേണ്ട രമേൻ്റെ മരണം, അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, ഗുരുവും ശിഷ്യരും, പിന്നെ സന്തുഷ്ട കുടുംബം, ഇപ്പികളുടെ വാർഡ്, ഈ നാടകത്തിലേക്ക് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫിലിം സ്റ്റേറ്റനുണ്ട്, അതായത് ഡയാന ഫിലിസ്റ്റന്റെ അച്ഛൻ. അതെ, സിൽവർസ്റ്റർ എന്ന് പറയുന്നത് ഡയാന സിൽവർസ്റ്റർ എന്ന് പറയുന്ന സിനിമാലെ പോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകളുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഡയാന ചേച്ചിയുടെ അച്ഛനാണ് സിൽവർസ്റ്റർ ചേട്ടൻ. അതെ. അപ്പൊ അവരുടെ വീട്ടിൽ അങ്ങ് നാടകം റിഹേഴ്സൽ ചെയ്യുന്നത്. ഡയാന ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ അതിൽ കയറി. അപ്പോൾ കോമിക്കോളാന്ന് പറഞ്ഞ പ്രോഗ്രാം ഫസ്റ്റ് തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ച് അതിലെ കോർഡിനേറ്ററും അതിലെ അഭിനയിക്കും എല്ലായിട്ട്. അന്ന് പിന്നെ അത് വന്ന് കുറേ കലാകാരന്മാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി സിനിമാലയായി. മനാഫിക്കയുടെ ഫസ്റ്റ് പടം ഏതാണ് മനാഫിക്ക? ഫസ്റ്റ് പടം ഓ ഫാബി എന്ന് പറയും. ഓ ഫാബി, അടിപൊളി. ആ ഓ ഫാബി എന്ന് പറയുന്നത് ഒരു പക്ഷേ മലയാളത്തിലെ ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മളെ ആദ്യം നമ്മൾ കേൾക്കുകയും അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഓ ഫാബിയിൽ ആരായിരുന്നു? അതിലെ പിള്ളേരുടെ വില്ലനായിട്ടായിരുന്നു ഓ ഫാബി. അതിനകത്തൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുണ്ട്, അത് ഡയാനയ്ക്ക് അറിയാമോ? ഒരു വരിയെങ്കിലും അറിയാമോ? ഡിങ്കര ഡിങ്കര ഡിമാല കണ്ട ഡിമ ഡിമ ഡിങ്കാലോ എന്നൊരു പാട്ടുണ്ട് അതിനകത്ത്. ചെപ്പടിക്കാരൻ തോറ്റ്. ആ അതാണ് ഡിങ്. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉള്ളൊരു പടമാണ്, ഞാൻ ഓർക്കുന്ന പടമാണ്. ഓ ഫാബിയിൽ വന്നു. പിന്നെ എനിക്ക് പിന്നെ വന്നത് രസികൻ, ദിലീപേട്ടന്റെ രസികനില് മറ്റേ ഇത് സദാന്റെ സമയം ചായക്കടക്കാരുണ്ട്, സദാനന്ദ സമയത്തിന്റെ ചായക്കടക്കാരൻ, ഫലാമുക്കാരൻ മോനായിട്ട്. അപ്പൊ എല്ലാവരും ഒറിജിനൽ മോനാന്ന് കൊടുത്ത് ഞാനും ഫലാമുക്ക് ഒരേ മോഹൻ ഗീത സലാം എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹമാണ് കുഞ്ഞിക്കൂനലിലൊക്കെ ഇവരുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആള്. സർക്കസുകാരനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിന്റെ മകനാണെന്ന് തന്നെ തോന്നുന്ന രീതിയിൽ അഭിനയിച്ചു. അപ്പൊ ഒറിജിനൽ മാനാൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഈ സംസാരമൊക്കെ അതുപോലെ തന്നെയാണല്ലോ, എല്ലാം അങ്ങനെ തന്നെ. പിന്നെ മനാഫിക്ക് കുറെ 50 പടം കഴിഞ്ഞില്ലേ? 50 പടങ്ങൾ കഴിഞ്ഞു. ഒരുപാട് പടങ്ങളുടെ ചെറിയ ചെറിയ വേഷങ്ങള് ഇങ്ങനെ മനാഫിക്ക് വരും, പൊട്ടിക്കും, പോകും. ഞാനും ഷാജും കൂടി അമർ അക്ബർ അന്തോണി പിന്നെ അമർ അക്ബർ ആന്റണിയിൽ ഏതായിരുന്നു മനാഫിക്ക? എന്നോട് എണീറ്റ് പോകാൻ പറയില്ലേ സ്റ്റേജിൽ, ഞാൻ മോണോക്ട് കാണിക്കുമ്പോ എനിക്ക് പോടാന്ന് പറയല്ലേ. ടോള് ഇറങ്ങിയത്, ടോള് ഇറങ്ങി. എത്ര വർഷമായി മനാഫിക്ക ഫീൽഡില്? ഞാൻ ഇപ്പൊ 36 കൊല്ലായി. ആഹാ. പക്ഷെ ഇക്ക ലൊക്കേഷനിൽ വന്നാൽ അവിടെ ആളുള്ള പോലെ അറിയില്ല കേട്ടോ. അത്ര സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുള്ളൂ. ഇപ്പോഴും വന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കല്ലേ. അങ്ങനെയാ മനാഫിക്ക അങ്ങനെ ഒരാളാണ്. വളരെ നാടക പരിചയമുള്ള, മിമിക്രിയുടെ പരിചയമുള്ള, സിനിമയുടെയും ടെലിവിഷന്റെയും ഒക്കെ പരിചയങ്ങളുള്ള, ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത മനാഫിക്കയുടെ ഒക്കെ ഒരു കാര്യം, ആൾക്കാർ നമ്മൾ ഇതുപോലൊരു പരിപാടിയിൽ വന്ന് മനാഫിക്ക ഇന്നയാളാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമാണ്. മനാഫിക്കിനെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സീൻ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മനാഫിക്ക പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത് ഇന്ന ആളാണ് എന്ന് ജനം അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പറയണം. മനാഫിക്ക ഗംഭീരമായി കേട്ടാ, വന്നതിൽ വളരെ സന്തോഷം. മാത്രമല്ല എനിക്കൊരു കാര്യം മനാഫിക്കനെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് എന്താണെന്ന് വെച്ചാല്, മനാഫിക്കയുടെ തന്നെ ഫിഗറുള്ള ഒരു ഹോളിവുഡ് ആക്ടർ, പേരെനിക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹം അഭിനയിച്ച പടം ഞാൻ പറയാം, ക്യാരക്ടർ ഞാൻ പറയാം. ഈ ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്നൊരു പടമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമുണ്ട്. അതിലൊരു ക്യാരക്ടർ ഉണ്ട്. മനാഫിക്ക മീശ വഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തെ പോലെ ഇരിക്കും. ഞാൻ വേറെ കാര്യം പറഞ്ഞേട്ടെ, ഇപ്പൊ വിശാലി പറഞ്ഞില്ലേ ഇതുപോലെ വന്നെന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വന്നെന്ന് പറയണല്ല, ഇതുപോലൊക്കെ കലാകാരന്മാരെ കണ്ടെത്തി ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തണം. അതാണ് ഏറ്റവും ഇപ്പൊ കൊണ്ടുവന്നത്. ശരിയാണ്. ഒത്തിരി കലാകാരന്മാരുണ്ട് പഴയ കാലത്തൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലമൊന്നും വലിയ നല്ല കാലമാണ്, കാരണം ചാനലുകളും മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം. ഇതിനു മുമ്പുണ്ടായിരുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഇപ്പോഴും നമുക്കറിയാം അവര് മടുത്തിട്ടിട്ട് പോയ ആൾക്കാരാ. അവർക്ക് രക്ഷപ്പെടാനായിട്ട് വേറൊരു മീഡിയ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചാനലൊന്നും ഇല്ലായിരുന്ന സമയത്ത്. ഇപ്പോഴും പല ആൾക്കാരുടെ ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ട്. ചിലര് കല്യാണം കഴിഞ്ഞിട്ട് മാറി ഇതായിപ്പോയി കുടുംബത്തിന്റെ ഭാരം കൊണ്ട് മാറിക്കുന്നവരുണ്ട്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ. ഞാൻ അന്നും ഇന്നും ഭാര്യങ്ങൾ വന്നിട്ടും ഈ ഇത് മാത്രമേ ഉള്ളൂ. കലകൊണ്ടാണ് മാത്രം ജീവിക്കുന്നത് മനാഫിക്ക. മനാഫിക്കൊക്കെ എന്തെങ്കിലും കലയുമായി ബന്ധപ്പെട്ട മനാഫിക്കയുടെ വ്യക്തിബന്ധമുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. മനാഫിക്കയെ അറിയാവുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഇപ്പം രസികനാണെങ്കിലും മറ്റു പടങ്ങളിൽ ഒരു പടം ഇരുന്ന് കാസിമ
ഒരു വേഷം മനാഫിക്കയ്ക്ക് ഉണ്ട്. അതിൽ മനാഫിക്ക വരും പോവും, അങ്ങനെ തന്നെയാണ്. ഫാമിലി ഒരു മോള്, സ്വന്തമായിട്ട് ഒരു വൈഫ്. അല്ല, എന്തായാലും നമ്മളെപ്പോലത്തെ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പൈസയോ പരിപാടിയോ ഒന്നുമല്ല. നമ്മൾ എന്താണെന്ന് അറിയണം, നമ്മുടെ ഫീൽഡ് എന്താണെന്ന് അറിയണ ഒരു നമ്മുടെ ജോഡി, നമ്മുടെ ഭാര്യയെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ പല കലാകാരന്മാരും നിന്നു പോകും. ഞാൻ വളരെ ബുദ്ധിമായിട്ട് ഇതൊന്നും അറിയാത്തൊരു പെണ്ണിനെ പോയി കെട്ടി. അല്ല, അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ പെണ്ണ് കിട്ടൂലായിരുന്നു. അപ്പോൾ മനാഫിക്ക ഒരുപാട് സന്തോഷം നമ്മുടെ വേദിയിൽ എത്തിയത്. ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹാദരവുണ്ട്, അത് മനാഫിക്കയ്ക്ക് നൽകാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും സാജു ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ കൊച്ചിൻ മനാഫിക്ക 36 വർഷങ്ങൾ ആയി ഹാസ്യലോകത്തും അഭിനയ ലോകത്തും സജീവമായി നിലകൊള്ളുന്നു. അദ്ദേഹം വർത്തമാനത്തിനിടെ പറഞ്ഞൊരു കാര്യം, വേറൊരു പണിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വേറൊരു പണിക്ക് പോവാതെ ഈ പണി തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ പ്രതിഭ തെളിയിക്കുന്നതാണ്, അയാളുടെ വ്യക്തിത്വം തെളിയിക്കുന്നതാണ്. അങ്ങനെ ഡയാന സിൽവസ്റ്റർ ഒരുപക്ഷെ ഹാസ്യ ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഡയാന ചേച്ചിയാണ് മനാഫിക്കയെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ടെലിവിഷനിൽ ഞാൻ ചെയ്ത ആദ്യത്തെ പരിപാടിയുടെ സംവിധായിക, അല്ലെങ്കിൽ ടെലിവിഷനിൽ ഞാൻ ആദ്യം ചെയ്ത പരിപാടി നിർമ്മിച്ചത് ഡയാന ചേച്ചിയാണ്. അങ്ങനെ വേണമെങ്കിൽ എനിക്കും പറയാം, എന്റെയും തുടക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് ഡയാന ചേച്ചി. അപ്പോൾ ഡയാന ചേച്ചി കണ്ടെത്തിയ മറ്റൊരാളായിട്ടുള്ള മനാഫിക്ക ഈ വേദിയിൽ എത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്.